ബിനോയ് വിശ്വത്തെ CPI സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. CPI സംസ്ഥാന കൗൺസിൽ യോഗത്തിലാണ് തീരുമാനം. ഡി രാജയാണ് പേര് നിർദ്ദേശിച്ചത്. സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കാനം രാജേന്ദ്രന്റെ നിര്യാണത്തെ തുടർന്നായിരുന്നു ആക്ടിംഗ് സെക്രട്ടറിയുടെ ചുമതല ബിനോയ് വിശ്വത്തിന് നൽകിയത്. കാനത്തിന്റെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ആ ദിവസം തന്നെ കോട്ടയത്ത് നിർവാഹക സമിതി ചേർന്ന് ബിനോയ് വിശ്വത്തിന് താൽക്കാലിക ചുമതല നൽകി. അവധി അപേക്ഷ നൽകിയ സമയത്ത് പകരം ചുമതല ബിനോയ് വിശ്വത്തിന് നൽകണമെന്ന് കാനം രാജേന്ദ്രൻ ജനറൽ സെക്രട്ടറി ഡി രാജയെ അറിയിച്ചിരുന്നു. ഇതുകൂടി കണക്കിലെടുത്തായിരുന്നു ആക്ടിംഗ് ചുമതല നൽകിയത്. അതിനുശേഷം തിരുവനന്തപുരത്ത് ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവിലും കൗൺസിലുമാണ് ബിനോയ് വിശ്വത്തെ ഔദ്യോഗികമായി തെരഞ്ഞെടുത്തത്. കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവിൽ കെ പ്രകാശ് ബാബു ആയിരുന്നു ബിനോയ് വിശ്വത്തിന്റെ പേര് നിർദ്ദേശിച്ചത്. ആരും എതിർത്തില്ല. തുടർന്ന് എക്സിക്യൂട്ടീവിന്റെ തീരുമാനം സംസ്ഥാന കൗൺസിൽ അംഗീകരിച്ചു. ഡി രാജയാണ് സംസ്ഥാന കൗൺസിലിൽ ബിനോയ് വിശ്വത്തിന്റെ പേര് നിർദ്ദേശിച്ചത്. എതിരഭിപ്രായമൊന്നും ഉണ്ടായില്ല. ചർച്ച പോലുമില്ലാതെയാണ് ഏകകണ്ഠമായി ബിനോയ് വിശ്വത്തെ തീരുമാനിച്ചത്. സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് unanimously proposed Comrade Binoy Vishwam as the secretary of the state unit of our party. The state council unanimously endorsed the proposal of the state executive, and Comrade Binoy Vishwam has been elected as the secretary of the state unit of our party in Kerala. അതേസമയം കാനത്തിന്റെ നിര്യാണത്തെ തുടർന്ന് അടിയന്തരമായി ആക്ടിംഗ് ചുമതല നൽകിയ തീരുമാനത്തിൽ എതിർസ്വരങ്ങൾ പാർട്ടിക്കുള്ളിൽ ഉയർന്നിരുന്നു. അത്തരത്തിലൊരു കീഴ്വഴക്കം CPIക്കില്ല എന്ന് KE ഇസ്മായിൽ അനുകൂല വിഭാഗം ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ അങ്ങനെ ഒരു വിയോജിപ്പ് തന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നും പാർട്ടി എടുക്കുന്ന ഏത് തീരുമാനത്തിനും ഒപ്പമുണ്ടാകുമെന്നും കാട്ടി KE ഇസ്മായിൽ തന്നെ ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കുകയും ചെയ്തു. നിലവിൽ രാജ്യസഭാ MP കൂടിയാണ് CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗമായ ബിനോയ് വിശ്വം. CPIയുടെ പാർലമെന്ററി പാർട്ടി നേതാവായ ബിനോയ് വിശ്വം പാർട്ടി മുഖമാസികയായ ന്യൂ ഏജിന്റെ എഡിറ്റർ കൂടിയാണ്. 2006-2011 കാലയളവിൽ VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് വനം മന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. CPI സംസ്ഥാന ഘടകത്തിൽ ഭിന്നസ്വരങ്ങൾ ഉണ്ടെങ്കിൽ പോലും എല്ലാവർക്കും സമ്മതനായ നേതാവ് കൂടിയാണ് ബിനോയ് വിശ്വം. കാനം രാജേന്ദ്രന്റെ പിൻഗാമിയായി ഇനി CPIയുടെ അമരത്ത് ബിനോയ് വിശ്വം പാർട്ടിയെ നയിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം.